ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ ആശ്രമത്തിലേക്ക് വരികയാണ്. ഗുരുവിനോട് ചോദിക്കുകയാണ്, എനിക്കൊരു സംശയമുണ്ട്, താങ്കൾ അതിന് നിവാരണം ചെയ്യണമെന്ന് പറയുകയാണ്. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. അതുകൊണ്ട് പല തെറ്റുകളും ഞാൻ ചെയ്തു പോവുകയാണ്. ഒരു പരിഹാരം പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഗുരു അതിന് ഉത്തരമൊന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു പിടി സീഡ്സ്, വിത്തുകൾ കൊടുത്തിട്ട് അതൊന്ന് വിതച്ചിട്ട് വരാൻ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറയുക മാത്രമാണ് ചെയ്തത്. അതുപോലെ തന്നെ ശിഷ്യൻ അനുസരിച്ചു. രണ്ടാം തവണ വന്നു. രണ്ടാം തവണ വന്നപ്പോഴും ശിഷ്യന്റെ ചോദ്യം അതേതായിരുന്നു, ഗുരുവിന്റെ ഉത്തരവും അതേതായിരുന്നു. രണ്ടാമത്തെ പിടി വിത്തുകൾ കൊടുത്ത് പാകിയിട്ട് വരാൻ പറയുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാനും പറയുകയാണ്. അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യവും ശിഷ്യൻ വരികയാണ്. ശിഷ്യന്റെ ചോദ്യവും ഗുരുവിന്റെ ഉത്തരവും ഒരേത് തന്നെയാണ്. അങ്ങനെ 3 തവണ ശിഷ്യൻ വന്നു പോയിക്കൊണ്ടിരുന്നു. 4ാം തവണ വരികയാണ്. 4ാം തവണ ഗുരുവിനെ സമീപിച്ചപ്പോൾ ഗുരു പറയുകയാണ്, നമുക്ക് 2 പേർക്കും കൂടെ നീ വിതച്ചിട്ടുണ്ടല്ലോ, വിത്തുകൾ വിതച്ചിട്ടുണ്ടല്ലോ, ആ വയലിലൂടെ ഒന്ന് നടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യനെയും കൂട്ടി ഗുരു ആ വയലിലേക്ക് നടന്നു. അപ്പൊ 3ാമതായി കൊടുത്തിട്ടുണ്ടായിരുന്നുല്ല വിത്ത്. അപ്പൊ അവിടെ എത്തിയപ്പോൾ ഗുരു പറയുകയാണ്, അതൊന്ന് പിഴുതു നോക്കൂ പറയാണ്. കാരണം കുറച്ച് ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വിത്തിൽ നിന്ന് മുള പൊട്ടി 2-3 ഇലകൾ മാത്രം വെളിയിൽ വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പൊ അത് പിഴുതെടുക്കാൻ പറഞ്ഞപ്പോൾ ശിഷ്യൻ വളരെ അനായാസേന അത് പിഴുതെടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 2ാമത്തെ പ്രാവശ്യം കൊടുത്ത വിത്ത് പാകിയിട്ടുള്ള ആ സ്ഥലത്തെത്തി. അതൊന്ന് പിഴുതെടുക്കാൻ പറയാണ് ഗുരു. ശിഷ്യൻ നോക്കുമ്പോൾ അത് കുറച്ച് വേരെല്ലാം മണ്ണിൽ ഉറച്ചു കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണെങ്കിലും ശിഷ്യൻ അത് പിഴുതെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അവർ 2 പേരും കൂടെ ആദ്യം കൊടുത്ത വിത്ത് പാകിയ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. ഗുരു അത് പിഴുതെടുക്കാൻ പറഞ്ഞപ്പോൾ ശിഷ്യൻ ഏറെ ബുദ്ധിമുട്ടി. പക്ഷെ കിട്ടിയില്ല. കാരണം ആ ചെടി അതൊരു ചെടിയായിട്ട് മാറിയിരിക്കുന്നു, നല്ല ഫലമുള്ള ഒരു ചെടിയായി മാറിയിരിക്കുന്നു. അത് എടുക്കാൻ കഴിയുന്നില്ല, അത് പിഴുതെടുക്കാൻ കഴിയുന്നില്ല എന്ന് വിഷമത്തോടെ ശിഷ്യൻ ഗുരുവിനെ നോക്കി പറയുകയാണ്. അപ്പൊ ഗുരു പറയാണ്, ഇതുപോലെയാണ് നമ്മുടെ ചിന്തകളും. നമ്മുടെ ചിന്തകൾ പ്രവർത്തികളും വാക്കും ആവുന്നതിനു മുമ്പ് തന്നെ അതിനെ കളയണമെന്നാണ് പറയുന്നത്. അങ്ങനെ ആവുമ്പോൾ മാത്രമേ നിയന്ത്രണം നമുക്ക് ലഭിക്കുന്നുള്ളൂ. നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം നമ്മുടെ ചിന്തകൾ. അല്ലാതെ ചിന്തകളുടെ നിയന്ത്രണത്തിന് നാം മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതുപോലെയുള്ള വിഷമങ്ങൾ ഉണ്ടാവുകയും പരിസരബോധമില്ലാതെ പ്രവർത്തിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ ചിന്തകൾ നാം ആദ്യം തന്നെ ആ മുളയിലെ നുള്ളുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതാണ് നാം ചെയ്യേണ്ടത്. അപ്പൊ ദുഷ്ചിന്തകൾ ഉദിക്കുമ്പോൾ തന്നെ അതിനെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. രമണ മഹർഷിയുടെ ഒരു വാചകം ഓർമ്മ വരികയാണ് അല്ലെ? ചിന്തകൾ ഉദിക്കുന്നിടത്ത് അടക്കുന്നതാണ് ധ്യാനം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് നാം നമ്മുടെ ജീവിതത്തിലും പകർത്തേണ്ടത്. ആ 3ാമത്തെ വിത്തുകൾ എത്ര അനായാസേനയാണ് പിഴുതെടുക്കാൻ കഴിയുന്നത് എന്ന് അനുഭവത്തിലൂടെ ഗുരു ശിഷ്യന് കാണിച്ചു കൊടുക്കുകയാണ്. നാം എല്ലാം സാധാരണ മനുഷ്യന്മാരാണ്. ധാരാളം ചിന്തകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ അതൊരു ദുഷ്ചിന്തയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് ഉടനെ തന്നെ നീക്കം ചെയ്യാൻ നാം ശ്രമിക്കുകയാണെങ്കിൽ മനോഹരമായ ഒരു ജീവിതം നമുക്കുണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല. അപ്പൊ നാം എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത്? നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുക എന്നതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അത് പെട്ടെന്ന് തന്നെ ആ ഒരു മാറ്റത്തിലേക്ക് വരുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ്ങിലൂടെ മാത്രമേ
ചിന്ത ഉദിക്കുന്നിടത്ത് അടക്കുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതിനാണ് നാം മന്ത്രജപം പോലെയുള്ള ധ്യാനങ്ങൾ പോലെ ശീലിക്കണം എന്ന് പറയുന്നതും ഇതുകൊണ്ട് മാത്രമാണ്. ഇനി നാം ജ്യോതിഷത്തിലേക്ക് കിടക്കുകയാണ്. ബുധകർമ്മയിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. ബുധൻ എന്ന് പറയുന്നത് തന്നെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഭാരം എടുക്കുന്ന ഒരു ഗ്രഹമാണ് എന്നുകൂടെ നാം പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏതെല്ലാം നക്ഷത്രങ്ങളാണ് ബുധകർമ്മയിലൂടെ വരുന്നത്? രോഹിണി, ഉത്രം, പൂരാടം എന്നിവയാണ്. അപ്പൊ ഇതിൽ ഞരമ്പ് സംബന്ധമായിട്ടുള്ളതും ത്വക്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആർക്കാണ് സംഭവിക്കുന്നത്? ബുധകർമ്മയിൽ ലഗ്നം, ലഗ്നാധിപൻ, രാശി, നക്ഷത്രം വരികയാണെങ്കിലും 6ാം ഭാവവുമായിട്ട് അതിനൊരു ബന്ധം വരികയാണ്. 6ാം ഭാവാധിപൻ ഈ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വരികയുമാണെങ്കിൽ ഇത് സംഭവിക്കാവുന്നതാണ്. പിന്നെ ഇത്തരം ഈ 3 നക്ഷത്രങ്ങളുടെ കലപ്പോട് കൂടിയിട്ടുള്ള ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർ ഉണ്ടായിരിക്കും എന്നുള്ളതും സംശയമില്ല. നാം കുറെ ജോലികൾ പറഞ്ഞിരുന്നു. ബാങ്കിങ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മീഡിയ, പത്രപ്രവർത്തനം, അങ്ങനെയുള്ള കുറെ ജോലികൾ പറഞ്ഞിരുന്നു. ഇത്തരം അസ്ട്രോളജി, ഇത്തരം ജോലികളും ആ കുടുംബത്തിൽ ഉണ്ടാവുമെന്നുള്ളതും നിസ്സംശയം പറയാവുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ പ്രാധാന്യം അർഹിക്കുന്ന വേറൊരു വിഷയം എന്ന് പറയുന്നത് ഡോക്യുമെന്റിന്റെ കാര്യമാണ്. അപ്പോൾ വിധി, മതി, ഗതി എന്നിവ ഈ 3 നക്ഷത്രങ്ങളിലും നിൽക്കുകയാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ സമയത്താണ്. ഇപ്പൊ എല്ലാവർക്കും ഈ 3 നക്ഷത്രങ്ങളിൽ പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെയുള്ള പ്രശ്നങ്ങളാണോ അഭിമുഖീകരിക്കേണ്ടി വരിക എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലുമല്ല. അത് അവരവരുടെ ജാതകത്തെ നോക്കിയിട്ട് വേണം നാം മനസ്സിലാക്കേണ്ടത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ബുധൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നോക്കുക ജാതകത്തില്. അപ്പൊ 6ാം ഭാവവുമായിട്ടാണ് ബുധന്റെ ബന്ധം എന്ന് വിചാരിക്കുക. 6ാം ഭാവത്തിൽ ബുധൻ നിൽക്കുകയാണെങ്കിൽ ഈ 3 നക്ഷത്രങ്ങൾ ലഗ്നമോ ലഗ്നാധിപനോ രാശിയോ ഏതെങ്കിലും ഒന്നിൽ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഹാൾ ടിക്കറ്റ് അല്ലെ, എക്സാം. 6ാം ഭാവം എന്ന് പറയുന്നത് കടം, രോഗം, ശത്രു, ഈ 3ന്റെ ഭാവമാണ്. അപ്പോൾ എക്സാം എന്നുള്ള ഭാവവും 6ാം ഭാവവും ആയതുകൊണ്ട് ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് എക്സാമിന് പോകുമ്പോൾ, ഹാൾ ടിക്കറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഫില്ല് ചെയ്യുന്നതിലൊക്കെ വളരെ ശ്രദ്ധ എടുക്കേണ്ടതാണ്. ഇനി 10ാം ഭാവവുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നാം ചെയ്യുന്ന കർമ്മമേഖലയുമായി ബുധന്റെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അതിലും ഡോക്യുമെന്റ്സ് ഉണ്ടാവും. നമ്മൾ റിട്ടേൺ റെക്കോർഡ്സ് ഒക്കെ എഴുതി സബ്മിറ്റ് ചെയ്യുമ്പോൾ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന റിട്ടേൺ വർക്കുകളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ്. 7ാം ഭാവവുമായിട്ടൊക്കെ ബന്ധം വരികയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഇൻവിറ്റേഷൻ അടിക്കൂ അല്ലെ. 7ാം ഭാവം എന്ന് പറയുന്നത് വിവാഹമാണ്. അപ്പോൾ ഇൻവിറ്റേഷൻ അടിക്കുക, അതുപോലെ മാരേജ് സർട്ടിഫിക്കറ്റ്, വിവാഹത്തിന് ശേഷം അതിലൊക്കെ പേരൊക്കെ തെറ്റായിട്ട് വരികയോ ഇനീഷ്യൽ തെറ്റായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത്തരം ബുധകർമ്മയുമായിട്ട് ബന്ധം വരുമ്പോൾ അവരവരുടെ ജാതകത്തിൽ ഈ ബുധൻ നിൽക്കുന്ന സ്ഥാനം ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ അതീവ ജാഗ്രത പുലർത്തുക. ഇപ്പൊ ഹാൾ ടിക്കറ്റിന്റെ കാര്യമാണെങ്കിൽ 1-2 തവണ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം നമുക്ക് ജ്യോതിഷം മനസ്സിലാക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്തരം നെഗറ്റീവ്സ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റാൻ നമുക്ക് ഈ ജ്യോതിശാസ്ത്രം സഹായിക്കുമെന്നുള്ളതാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ബുധകർമ്മയുമായിട്ട് എല്ലാവരുടെ ജീവിതത്തിലും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. കാരണം വിവാഹം എന്ന് പറയുന്നത് ജാതി മതങ്ങൾ തന്നെ വ്യത്യാസമായിട്ടുള്ള, അന്യജാതി അന്യമതം എന്ന് പറയും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു കോമ്പിനേഷനാണ്. നമ്മുടെ ജാതകം നോക്കി എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഈ 3 ലഗ്നമോ ലഗ്നാധിപനോ രാശി നക്ഷത്രമോ ബുധകർമ്മയായിട്ട് വരുന്നവരാണ് ഇതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടത് എന്നുള്ളതാണ്. അതാണ് 1ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. 2 എന്ന് പറയുന്നത് 1, 4, 7, 10. ഇപ്പൊ ഭാവ ചേർക്കൈ എന്ന് പറയും. ഇപ്പൊ ഭാവങ്ങളുടെ കോമ്പിനേഷൻ
ഒന്നാം നാലാം ഭാവാധിപൻ 7-മായിട്ട് ബന്ധം വരിക, 7-ൽ പോയി നിൽക്കുക, അല്ലെങ്കിൽ 7-ാം ഭാവാധിപൻ 1-4-ൽ പോയി നിൽക്കുക. കാരണം 4 എന്നുള്ള ഭാവം ബുധന്റെ കർമ്മദോഷം കാണിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഗ്രഹങ്ങളൊന്നുമില്ല ബുധന്, കാരണം ഈ 3 നക്ഷത്രങ്ങളിലും ഒരു ഗ്രഹവും ജനിച്ചിട്ടില്ല, അതുകൊണ്ട് ആ പ്രശ്നം വരുന്നില്ല. പക്ഷെ ഭാവത്തിൽ 4-ാം ഭാവം എന്ന് പറയുന്നത് ബുധന്റെ കർമ്മദോഷം കാണിക്കുന്നതാണ്. അപ്പൊ 4-ാം ഭാവാധിപൻ 7 വിവാഹ ബോക്സ് എന്ന് പറയുന്നത്. അപ്പൊ 4-ഉം 7-ഉമായിട്ടുള്ള ബന്ധം വരിക, അല്ലെങ്കിൽ 7-ഉം 4-ഉം ഭാവാധിപൻ പോയി 10-ൽ നിൽക്കുക. അങ്ങനെ 1, 4, 7, 10. ഇതിനോടകം അല്പം മനസ്സിലായിട്ടുണ്ടാവും ഭാവ കണക്ഷൻ ഒക്കെ എങ്ങനെയാ നോക്കേണ്ടത് എന്ന് വിചാരിക്കുകയാണ്. കാരണം രാശി വളരെ വ്യക്തമായിട്ട് ഓരോ രാശിയിലൂടെയും സഞ്ചരിച്ചു. കാലപുരുഷന്റെ രാശി എങ്ങനെയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ലഗ്നം നിൽക്കുന്നതാണ് 1 എന്നൊക്കെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ആ ലാ എന്ന് അതിൽ നിന്നും തുടങ്ങി എണ്ണി നോക്കുമ്പോൾ 4, 7, 10. അപ്പൊ 1, 4, 7, 10 അതിന്റെ ഭാവാധിപന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് അത് എവിടേക്കാണ് പ്ലേസ്മെന്റ് ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമായി നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ലവ് മാരേജിലാണോ അതോ അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും. അപ്പൊ ലവ് മാരേജിന്റെ കോമ്പിനേഷൻ ആണ്. അപ്പൊ ലവ് മാരേജ് എന്ന് മാത്രമാണെങ്കിൽ 4, 7, 10 അത്ര 7-ഉം 4-ഉമായിട്ടുള്ള കണക്ഷൻ എല്ലാം മതി. പക്ഷെ ഇത് അന്യജാതി അന്യമതം എന്നുള്ളത് കൂടെ ആകുമ്പോൾ 1, 4, 7, 10 കണക്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം ഒരു കണക്ഷൻ വന്നതുകൊണ്ട് ഭയപ്പെടാനൊന്നുമില്ല. കാരണം ഇത് ഈ കണക്ഷൻ ഉണ്ടെങ്കിൽ അവരെല്ലാവരും ലവ് മാരേജും അന്യമതവുമാണ് എന്നല്ല പറയുന്നത്. പക്ഷെ അന്യമതത്തിൽ ഒരു കുട്ടി വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ജാതകം നോക്കുകയാണെങ്കിൽ ഈ കോമ്പിനേഷൻ വളരെ പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ഇൻഡിക്കേഷൻ ഇവിടെ കാണുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ജ്യോതിഷം നാം മനസ്സിലാക്കുമ്പോഴും ഭയപ്പെടാനുള്ള ഒന്നല്ല, നമുക്കതിന്റെ ഇൻഡിക്കേഷനും നാം അതിൽ നിന്ന് എങ്ങനെ ആ സൊല്യൂഷൻ നമുക്ക് ലഭിക്കുമെന്ന് നാം ചിന്തിക്കേണ്ടതുമാണ് ചെയ്യേണ്ടത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എങ്ങനെയാണ് ബുധകർമ്മയിൽ നാം പെട്ടുപോയി എങ്കിൽ എങ്ങനെ അതിനെ സോൾവ് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നോക്കാം. നന്ദി, നമസ്കാരം.